പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലഡ് കൊടുക്കാനുള്ള നയനയുടെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ആദർശിനെ വിളിക്കുന്നുണ്ട്. നയന പോഷകാഹാരങ്ങളൊന്നും കഴിക്കാറില്ലേ എന്നൊക്കെ ഡോക്ടർ ആദർശിനോട് ചോദിക്കുകയാണ്. നയനയാണ് വീട്ടിലെ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കാറുള്ളത്. ഭക്ഷണം കഴിക്കലൊന്നും ശരിക്കില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ കുട്ടിക്ക് ശരിക്കും ഒരു ആരോഗ്യമില്ല. BP ആണെങ്കിൽ വളരെ താഴ്ന്നാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്ഷീണവുമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് എടുക്കണോ എന്ന കാര്യം ഞാൻ ചിന്തിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. ഞാൻ ബ്ലഡ് കൊടുക്കാനുണ്ടെന്ന് കരുതി ഞങ്ങൾ അന്വേഷണമൊക്കെ നിർത്തി എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്വേഷണമൊന്നും നിർത്തേണ്ട, വീണ്ടും തുടരണം. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് എടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്. എന്തിനാ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാളെ അപകടത്തിലാക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. ആ സമയം ആദർശ് പറയുകയാണ്, ഞാൻ എന്തായാലും അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാം എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ആ തീരുമാനം മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാനൊന്ന് അവളോട് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ആദർശ്. ഏതായാലും ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആദർശ് ഈ കാര്യങ്ങളെല്ലാം നയനയോട് സംസാരിക്കുകയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ആ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യാറുള്ളതല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നവുമില്ല. അമ്മയ്ക്ക് ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ അപകടത്തിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, എനിക്കൊരു അപകടവും പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നൊക്കെ പറയുകയാണ്. എൻ്റെ ഈ ആഗ്രഹം ആദർശേട്ടൻ സാധിച്ചു തരണം എന്നൊക്കെ നയന ആദർശിനോട് പറയുകയാണ്. ആ സമയം ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഡോക്ടറോട് നയന പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാറുള്ളതാണ്, എനിക്കൊരു ക്ഷീണവുമില്ല. അന്നേരം ഡോക്ടർ പറയുകയാണ്, അപ്പോൾ എനിക്കാണോ തെറ്റുപറ്റിയത്? അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ബ്ലഡ് കൊടുക്കണോ വേണ്ടയോ എന്ന്. ഒരാളുടെ ജീവന് വേണ്ടി മറ്റൊരാളെ അപകടത്തിലാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം തൻ്റെ ബ്ലഡ് തന്നെ എടുക്കണമെന്ന് ഞാൻ ആദർശിനോട് വീണ്ടും പറയുകയാണ്. നോക്കട്ടെ, ടെസ്റ്റ് ഉണ്ട് എന്നല്ല ഡോക്ടർ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. പിന്നീട് ജാനകിയും ജലജയുമാണ് കാണിക്കുന്നത്. ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടേ? അന്നേരം ജാനകി പറയുന്നുണ്ട്, എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെല്ലാവരും തിരിച്ചു വരും, അതിനുശേഷം നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരുന്നുണ്ട്. അനി അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അന്നേരം എങ്ങനെയുണ്ട് ഏട്ടത്തിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വല്യമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡൊക്കെ മാറ്റാനാണ് പറയുന്നത്. എന്നിട്ട് ബ്ലഡ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്യമ്മയുടെ ബ്ലഡ് റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഭാഗ്യവശാൽ അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായിരുന്നു, എന്നിട്ടും ബ്ലഡ് തരാൻ അവൾ തയ്യാറായിട്ടില്ല. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല കേട്ടോ, എൻ്റെത് B നെഗറ്റീവാണ്. അന്നേരം ജാനകിക്ക് ഒരു സംശയം, നീ ഉദ്ദേശിച്ചത് അനാമിക മോളെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി. അവളെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ അനി പറയുമ്പോൾ എന്തായാലും അനാമികമായ ബ്ലഡ് തരും, അവൾക്ക് 100 വട്ടം സമ്മതമാണ് എന്നൊക്കെ ജാനകി പറയുകയാണ്. അന്നേരം അനി പറയുന്നുണ്ട്, അവൾ ബ്ലഡ് തരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും അമ്മ വിചാരിക്കുന്നത് പോലെയല്ല, അവളും അവളുടെ വീട്ടുകാരും കുറച്ച് അഹങ്കാരമുള്ളവരാണ്. പക്ഷെ അനി പറയുന്നത് ജാനകിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അന്നേരം ജലജ പറയുന്നുണ്ട്, വിഷം കലക്കി ഏട്ടത്തിക്ക് കൊടുത്ത നയനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് അനാമിക മോള്, അവൾ വെറും ഒരു പാവമാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അനി പറയുകയാണ്, നടന്നത് എന്താണെന്ന് അപ്പച്ചിക്ക് അത്ര അറിവൊന്നുമില്ലല്ലോ, അതൊന്നും അറിയാതെ വെറുതെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കേണ്ട. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവൾ തന്നെയാണ് പാല് കാച്ചി വെച്ചത്, ഇതിൽ കൂടുതൽ എന്തറിയാനാ, അവൾ ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയുകയാണ്, അവൾ നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ച പാലാണ്, അങ്ങനെയാണെങ്കിൽ നവ്യയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും, അത് അബി അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അനി. പ്രത്യേകിച്ച് അബി പതിവില്ലാതെ ഏട്ടത്തിയോട് കുറച്ച് ദിവസമായി വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അതിൽ നിന്ന് തന്നെ ഉറപ്പാണ് അവൻ ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടി ആ പാലിൽ വിഷം കലക്കിയെന്ന്. അത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരികയാണ്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനെ കുറ്റക്കാരനാക്കാനാണോ നോക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത് ചെയ്തത് ആ നയനയാണ്. അവളെക്കാൾ മുൻപേ നവ്യ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകരുത് എന്ന് കരുതിയാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഒരിക്കലും ഏട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ അന്നേരം ജലജ പറയുന്നുണ്ട്, ശരിക്കും ആ പാല് കുടിക്കേണ്ടത് ആ നവ്യ തന്നെയായിരുന്നു. ആ കുഞ്ഞ് പോകുന്ന കാര്യത്തിൽ അപ്പച്ചിക്ക് വിഷമമൊന്നും ഇല്ലേ എന്നൊക്കെ അനി ചോദിക്കുകയാണ്. എനിക്ക് വിഷമമുണ്ട്, എൻ്റെ പേരക്കുട്ടി പോകുന്ന കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ അനിയത്തി ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടത് ചേച്ചി തന്നെയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ആ പാല് കാച്ചി വെച്ചത് നയനയാണെങ്കിൽ ആ പാല് വിഷം കലക്കിയതും അവൾ തന്നെയാണ്, അവൾ ഈ പെരും കള്ളിയാണ് എന്നൊക്കെ ജാനകി പറയുമ്പോൾ അപ്പോൾ അനി പറയുകയാണ്, അമ്മേ, ഏടത്തിയെ കുറ്റപ്പെടുത്തുന്ന ആ നാക്ക് ഒന്ന് അടക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തും അമ്മ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ വീട്ടിലെ സകല ആണുങ്ങളെയും അവൾ മയക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് എല്ലാവരും നന്നാവുന്നത് എന്നൊക്കെ ജലജ പറയുകയാണ്.
അന്നേരം ജാനകി പറയുന്നുണ്ട്, അവൾ പാലിൽ കലക്കിയ വിഷമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ വിഷമാണ് അവളുടെ നാക്കിൽ. ആ നാക്ക് വെച്ച് അവൾ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ജലജിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അനി പറഞ്ഞല്ലോ അബിയാണ് പാലിൽ വിഷം കലക്കിയത് എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് നയന ബ്ലഡ് കൊടുത്തു വരുന്നതാണ്. അപ്പം നയനയ്ക്കാണെങ്കിൽ വലിയ ക്ഷീണമൊക്കെ ഉണ്ട്. അന്നേരം നേഴ്സ് വന്ന് പറയുന്നുണ്ട്, കുറച്ച് കാലത്തേക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വല്ല ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ ആദർശ് നയനയോട് പറയുമ്പോൾ, എനിക്കിപ്പോഴൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് നയന. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് നയനയെ നിർബന്ധിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് ആദർശ്. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് നയനയോട് പറയുകയാണ്, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നയന പറയുകയാണ്, എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ല, അമ്മയുടെ അസുഖമെല്ലാം മാറണം, എന്നിട്ട് ആരോഗ്യത്തോടെ തന്നെ വീട്ടിലേക്ക് വരണം എന്നൊരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ സമയം വേണു വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ദേവ്യാനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ വേണു ജയനോട് ചോദിക്കുകയാണ്. എന്നിട്ട് വേണു ബ്ലഡൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്ലഡ് കിട്ടി എന്ന് ജയൻ പറയുന്നുണ്ട്. ദേവ്യാനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് ബ്ലഡ്, പക്ഷേ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ വളരെ പ്രയാസമാണ് എന്നൊക്കെ പറയുകയാണ് വേണു. വേറെ എവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ബ്ലഡ് അനാമികമോൾ തരാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുകയാണ് വേണു. അത് കേൾക്കുമ്പോൾ ജയനാണെങ്കിൽ ഒരു പുച്ഛത്തോടെ വേണുവിനെ നോക്കുകയാണ്. അതിന് കൂടെ വേണു പറയുകയാണ്, എന്തായാലും മരുമകൾ ചെയ്തു വെച്ചത് ഒന്നൊന്നര പണിയായിപ്പോയി. വേണുവിനെ ഒരു രൂക്ഷമായി നോക്കിക്കൊണ്ട്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ജയൻ ചോദിക്കുകയാണ്. ഏതായാലും ആ പാല് കാച്ചി വെച്ചത് നയനയായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കാമായിരുന്നല്ലോ. ആ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആക്കിയതിൻ്റെ ദേഷ്യത്തിൽ മനഃപൂർവ്വം അവൾ ദേവിയോട് ചെയ്തതാണിത്. ദേവിയെടുത്തിയെ കൊല്ലാൻ ഒറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് അവൾ പാലിൽ വിഷം കലക്കിയത് എന്നൊക്കെ പറയുകയാണ് വേണു. അന്നേരം ജയൻ പറയുകയാണ്, ഞാൻ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ നമ്മളെ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയുകയാണ്. അവൾ ചേച്ചിക്ക് കാച്ചി വെച്ച പാലാണ് എന്നല്ല പറഞ്ഞത്, എങ്കിൽ അവൾ ചേച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും. അവളേക്കാൾ മുമ്പ് ചേച്ചി അമ്മയാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് വേണു. അന്നേരം ജയൻ പറയുന്നുണ്ട്, സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇതിന്റെ പേരിൽ വീട്ടിൽ പോലീസുകാരെ കയറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ. അന്നേരം വേണു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ആത്മാഭിമാനം നോക്കി നിൽക്കേണ്ട കാര്യമില്ല, ശരിയായ പ്രതിയെ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജയനാണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അന്നേരം വേണു ജയനോട് ആദർശ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ICUവിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നൊക്കെ ജയൻ പറയുമ്പോൾ അങ്ങോട്ടാണ് പിന്നെ വേണു പോകുന്നത്. അങ്ങനെ വേണു പറയുമ്പോൾ ICUവിൻ്റെ ഫ്രണ്ടിൽ ആദർശൻ നയനയും കൂടി നിൽക്കുകയാണ്. വേണുവിനെ കാണുമ്പോൾ നയനയ്ക്ക് ആദർശനാണെങ്കിൽ വലിയ ദേഷ്യം വരുന്നുണ്ട്. ദേവ്യാനിക്ക് എങ്ങനെയുണ്ട്, ബ്ലഡൊക്കെ റെഡിയായോ എന്നൊക്കെ വേണു ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ റെഡിയായി, അമ്മയുടെ നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ആദർശ്. പിന്നെ നയനയെ നോക്കിക്കൊണ്ട് വേണു പറയുകയാണ്, ആദർശേ, ചില ആളുകളെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം നയന പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ചില ആളുകൾ വീട്ടിൽ വന്ന് കയറിയാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എന്നൊക്കെ നയനയും പറയുകയാണ്. അന്നേരം വേണു പറയുകയാണ്, ഇത് ചെയ്ത ആളെ കാണണമെങ്കിൽ നീ ഒന്ന് കണ്ണാടിയിൽ നോക്കണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആദർശ് ചോദിക്കുകയാണ്, അതെന്തിനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അന്നേരം വേണു പറയുകയാണ്, ആ പാല് ആർക്ക് വേണ്ടി കാച്ചി വെച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇനി അനിയത്തിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് സഹിക്കാൻ പറ്റായിട്ട് ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുകയാണ് വേണു. എന്നൊക്കെ നയനെ കുത്തി പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് പോവുകയാണ്. വേണു പോയതിനു ശേഷം നയന പറയുന്നുണ്ട്, എനിക്ക് അയാളുടെ സംസാരം കേൾക്കുമ്പോഴേ പിടിവിട്ടു പോകും, കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് നയന. ആ സമയം ആദർശ് നയനയോട് ചോദിക്കുകയാണ്, നിനക്ക് ശരിക്കും അമ്മയുടെ ദേഷ്യമൊന്നുമില്ലേ, അമ്മ നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് അമ്മയെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള മരുമകളല്ലായിരുന്നു ഞാൻ, അതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്ക് എന്നോടുള്ളത്, അല്ലാത്ത രീതിയിൽ നോക്കിയാൽ അമ്മ നല്ലൊരു അമ്മയാണ്, അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ ഒരു ദേഷ്യവുമില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. അമ്മ നിന്നെ സ്നേഹിക്കുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.